ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളുടെ ഈ ഇപ്പോൾ കാണുന്ന ഈ വ്യൂ പോർട്ടിനെ നമ്മൾക്ക് എങ്ങനെ മൾട്ടിപ്പിൾ ആക്കാമെന്നുള്ളതാണ്. അതായത് നമ്മൾക്ക് വർക്ക് ഈസി ആയിട്ട് ചെയ്യാനും നമ്മളുടെ വർക്ക് ഫാസ്റ്റ് ആക്കാൻ വേണ്ടി ഈ വ്യൂ പോർട്ട് നമ്മളെ മൾട്ടിപ്പിൾ വ്യൂ പോർട്ട്, അതായത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ക്രീൻസ് ഉണ്ടെങ്കിൽ നമ്മൾക്കത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതിനായിട്ട് നമ്മൾ ആദ്യം ഹോമിൽ പോവുക. ഹോമിൻ്റെ മുകളിലുള്ള ഈ വ്യൂ എന്നുള്ള ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അവിടെ ഓപ്ഷൻ വരും വ്യൂ പോർട്ട് കോൺഫിഗറേഷൻ. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം സിംഗിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സിംഗിൾ വ്യൂ പോർട്ട് എന്ന് പറയുന്നത്. അടുത്ത് ടു വെർട്ടിക്കൽ ആകുമ്പോൾ ഈ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ സ്ക്രീൻ വെർട്ടിക്കലായിട്ടുള്ള രണ്ട് സ്ക്രീൻസ് ആയിട്ട് വരും. സോ ഫോർ എക്സാമ്പിൾ, എനിക്ക് ഈ ഒരു ഡ്രോയിങ്ങിനെയും ഇതിൻ്റെ മുകളിലുള്ള ഡ്രോയിങ്ങിനെയും തമ്മിൽ കമ്പയർ ചെയ്യണമെങ്കിൽ എനിക്കത് വളരെ ഈസി ആയിട്ട് പറ്റും. സോ ഇതിനെ എനിക്ക് മൂവ് ചെയ്തിട്ട് എന്തെങ്കിലും ഓപ്ഷൻസ് ഇവിടെ നോക്കണമെങ്കിൽ ഈ രണ്ട് ഡ്രോയിങ്സ് നോക്കണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അത് ചെയ്യാൻ പറ്റും. സോ അതേപോലെ തന്നെ സെയിം ടു ഹൊറിസോണ്ടൽ എന്ന ഓപ്ഷന് നമുക്ക് സെയിം ആണ്, പക്ഷേ നമ്മുടെ സ്ക്രീൻ ഹൊറിസോണ്ടലായിട്ട് ഡിവൈഡ് ആകും. ഹൊറിസോണ്ടലി രണ്ട് പോർഷനായിട്ട് നമ്മളുടെ സ്ക്രീൻ ഡിവൈഡ് ആകും. അതാണ് ഹൊറിസോണ്ടൽ വ്യൂ പോർട്ട് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. സോ 3 റൈറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നമുക്ക് ആ ഒരു ഇവിടെ അവർ ടൈൽ വ്യൂ പോർട്ട്സ്, അപ്പോൾ അവിടെ കാണിച്ചിട്ടുണ്ട് 3 റൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും 3 വ്യൂ പോർട്ട് വരും. വ്യൂ പോർട്ട് വരുമ്പോൾ ലെഫ്റ്റിൽ 2 സ്മോൾ സ്ക്രീൻസ് ആയിരിക്കും, റൈറ്റിൽ ഒരു ബിഗ് സ്ക്രീൻ ആയിരിക്കും. സോ ഇത് കണ്ടോ, ഇവിടെ നമ്മൾക്ക് ഇതിനകത്ത് കൊണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമ്മൾക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. സോ എനിക്ക് ഈ ഡ്രോയിങ്ങിൻ്റെ ഫോർ എക്സാമ്പിൾ എലിവേഷൻ, പ്ലാൻ ആൻഡ് സെക്ഷൻ, ഇത് 3 എനിക്ക് അറ്റ് എ ടൈം കാണണമെങ്കിൽ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ എലിവേഷൻ ഇതാണ്. എന്തെങ്കിലും എനിക്കൊരു കാര്യം നോക്കാനുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യാം. അതേപോലെ തന്നെ ഫോർ എക്സാമ്പിൾ ഈ എലിവേഷൻ്റെ ഒരു സെക്ഷനാണ് ഇതിൻ്റെ സെക്ഷനാണ് ഇത്. സോ ഈ ഒരു പോർഷനിൽ എനിക്കിപ്പോൾ കമ്പയർ ചെയ്യണമെങ്കിൽ, സോ എനിക്ക് കമ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കത് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ നോക്കിക്കഴിഞ്ഞാൽ എക്സൽ ലൈൻ വെച്ചിട്ട് നോക്കുകയാണ്. സോ ഇത് വരുന്നത് കറക്റ്റ് ബോട്ടത്തിൽ ഈ ലൈൻ വരുന്നത്. സോ ഇങ്ങനെ നമ്മൾക്ക് ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഈ വ്യൂ പോർട്ട് കോൺഫിഗറേഷൻ, അതായത് സ്പെഷ്യലി ഇതിപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ചെയ്ത മെത്തേഡ് നിങ്ങൾക്ക് കൂടുതൽ കംഫർട്ടബിളായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻസ് വെർട്ടിക്കലായിട്ടുള്ള ഓപ്ഷൻ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നതാണ്. അത് വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി ഈ ഓപ്ഷൻസ് സാധിക്കും. സോ സെയിം നമുക്ക് അറിയാൻ പറ്റും 3 ലെഫ്റ്റ് ഉണ്ട്, 3 എബവ്, 3 ബിലോ, 3 വെർട്ടിക്കൽ, 3 ഹൊറിസോണ്ടൽ, 4 ഈക്വലും സെയിം 4 സ്ക്രീൻസ് ഇങ്ങനെ വരുന്നതാണ്. 4 സ്ക്രീൻസ് നമ്മൾക്ക് 4 സ്ക്രീൻസ് നമുക്കിതുപോലെ കാണാൻ സാധിക്കും. സോ നമുക്ക് 4 സ്ക്രീനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഓരോ സ്ക്രീൻ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം മാത്രമേ സൂം ഔട്ട് സൂം ഇൻ അതിൽ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുകയുള്ളൂ. തിരിച്ച് എനിക്ക് സിംഗിൾ വ്യൂ പോർട്ടിൽ വരണമെങ്കിൽ ഇവിടെ വരിക, സിംഗിൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിംഗിൾ വ്യൂ പോർട്ടിൽ വരാൻ സാധിക്കും. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.